പരിശോധിച്ചാൽ മതി. അതിൽ വരുന്ന കമൻസ്, ഇതിനാണോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. അപ്പോ അസംതൃപ്തി പ്രകടമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അസംതൃപ്തി ഉണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം ലീഗുകാരുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാം റീലുകളും മറ്റും കാണുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ജില്ലാ സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടറി, ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പി അബ്ദുൽ ഹമീദ്. അദ്ദേഹത്തിൻ്റെ സംസാരമാണ് പറയുന്നത്. അസംതൃപ്തി ഇല്ല എന്ന് പറയുന്നില്ല. ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി, ഇതിനാണോ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചേ? ഇങ്ങനെ തല്ലുകൂടാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചേ? കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കാരെ കൂടി കാണിച്ചു തരണം. ഒരു വലിയ പ്രതീക്ഷയുമായിട്ട് ജീവിക്കുന്ന കുറച്ച് പാവങ്ങൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ആശാ വർക്കർമാരുടെ വേതനം 21,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് UDFന്റെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, സമരസമയത്ത് തന്നെ നിരവധി നേതാക്കൾ, UDF കൺവീനറും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കമുള്ള അവരുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളുടെ അധികം പറയണ്ട, ആദ്യത്തെ ക്യാബിനറ്റ് കൂടിയാൽ ആശാ വർക്കർമാർക്ക് 21,000 രൂപ വീതം മാസം കിട്ടുന്ന ആ ഒരു ഉത്തരവിലായിരിക്കും ഞാൻ ഒപ്പുവെക്കുകയെന്ന് നമ്മുടെ VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സമരപ്പന്തലിൽ പോയിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് 2 തവണ. അങ്ങനെ പറഞ്ഞ ആ ഒരു VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നതും കാത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രിയാവാതിരിക്കലാണ് VD സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും ഗുണം. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ എങ്ങാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ മൂപ്പരാണ് ഈ നടന്ന് പലർക്കും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. മൂപ്പരെങ്ങാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. ആശാ വർക്കന്മാർക്ക് 21,000 വെച്ചിട്ട് ഈ തുക വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കേരള ഗവൺമെൻറ് എത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. തത്തുല്യമായ തുക കേന്ദ്രത്തിൽ നിന്നൊക്കെ കിട്ടേണ്ടതുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി സംഭവിക്കാൻ പോവുക, VD സതീശനെങ്ങാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൽ ഒപ്പിടേണ്ടി വരും. രണ്ടാമതായിട്ട് ഈ 3,000 രൂപയിൽ ഒപ്പിടേണ്ടി വരും. മൂന്നാമതായിട്ട് 1,000 രൂപ സ്കൂളിൽ പഠിക്കുന്ന കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതിൽ ഒപ്പിടേണ്ടി വരും. ഇങ്ങനെ കേമമായിട്ടുള്ള ഒപ്പുകളിലേക്ക് ഈ മനുഷ്യൻ തിരിയേണ്ടി വരും. ഇനി ഇദ്ദേഹമല്ല മുഖ്യമന്ത്രിയെങ്കിൽ, KCയോ RCയോ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ, ഇത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളല്ലല്ലോ പറഞ്ഞേ, അത് VD സതീശനല്ലേ പറഞ്ഞേ, മൂപ്പര് കുടുംബത്ത് പോയി ചോദിച്ചോ എന്ന് പറയുന്ന ഉത്തരമെങ്കിലും ഇവർക്ക് പറയാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ ലവന്മാർ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറയും എന്നുള്ളതാണ്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് മുസ്ലിം ലീഗിന്റെ ആ ഒരു അസംതൃപ്തി കേൾക്കണം. അതിവ്യക്തമായിട്ട് തന്നെ പറയുന്നു. പ്രകടമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിങ്ങനെ നീണ്ടുകൂടാ. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മീഡിയയോടൊപ്പം ചേരുകയാണ്. ഈ മുഖ്യ സ്വീകരണ പരിപാടികളിൽ അത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. പലരും പരിപാടികൾ വരെ ഇതൊക്കെ ശരിയായിട്ട് മതി, ഈ സ്വീകരണം എന്ന് പറയാറുണ്ട്. സ്വീകരണ പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടോ? മാറ്റിവെച്ചിട്ടില്ല, മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ നിരാശരാണ്, പാർട്ടി പ്രവർത്തകന്മാർ. മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി പ്രവർത്തകന്മാർ ചില്ലറ നിരാശയിലെ ലീഗിനൊക്കെ ഉണ്ടാവുക. കാരണം ഇവരുടെ ആ ഒരു കെട്ടിടത്തിന് മുമ്പിൽ, ഇവരുടെ ഓഫീസിന് മുമ്പിൽ കേരള ഗവൺമെൻറ് 2ാം നമ്പർ ആ ഒരു കാറ് വന്ന് കിടക്കുന്ന സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഒരു സംശയമില്ല, 5 സീറ്റ് 5 മന്ത്രിമാരെങ്കിലും ലീഗ് ആവശ്യപ്പെടും. അത് കൊടുത്തേക്കും, ഒരു സംശയമില്ലാതെ കൊടുത്തേക്കും. അതിനവർ അർഹരാണ്. അത്രയ്ക്കധികം ഇടപെടൽ ഇത്തവണത്തെ ഇലക്ഷനിൽ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടപെടാൻ വേണ്ടി സഹായിച്ച ആളെന്ന നിലയ്ക്ക് VD സതീശൻ തന്നെ ആവണം മുഖ്യമന്ത്രി എന്നുള്ള ആഗ്രഹം ലീഗുകാരുടെയും ഒരു മോഹമാണ്. ഇനി കേൾക്കണം കേട്ടോ. പോലെയല്ല കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ, അവർ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഇപ്പം എൻ്റെ ഫോൺ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതിൽ വരുന്ന കമൻസ്, ഇതിനാണോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. അപ്പോ അസംതൃപ്തി പ്രകടമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിങ്ങനെ നീണ്ടുകൂടാ. ഇനി ഇത് നീണ്ടാലുള്ള ഒരു വലിയ വിഷയം പറയുന്നത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം.
BJPക്ക് ഇതൊരു വലിയ ഗുണമായിരിക്കും. നിശബ്ദമായിരിക്കുന്നുണ്ട് BJP എന്ന് വിചാരിക്കേണ്ട. ഏത് നിമിഷം വേണമെങ്കിലും BJP വഴി ഇവിടെ ഭരണം കൊണ്ടുവരാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതായിരുന്നു. നീണ്ടു പോകരുതായിരുന്നു. കാരണം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച BJP ഇവിടെ നമുക്ക് 23 തീയതി വരെ സമയമല്ലേ, എന്തിനാ അത്ര ധൃതി പിടിക്കണു എന്നൊക്കെ ചോദിക്കാൻ, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ അല്ല നമ്മളെ കേരളം. സാക്ഷരതയിൽ മികച്ചു നിൽക്കുന്ന കേരളമാണ്. ഞാൻ പറഞ്ഞേ, ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിന് പര്യവസാനം വേണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങള് മുസ്ലിം ലീഗിന്റെ ആരാധ്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നതാണ്. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുകയോ ഇല്ലതായിക്കോട്ടെ. നമ്മൾ അറിയേണ്ടത് VD സതീശനൊക്കെ കൊടുത്ത ആ ഒരു വാഗ്ദാനങ്ങൾ VD സതീശൻ മറക്കുമോ എന്നുള്ളതാണ്. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വീണ്ടും ചെയ്യുന്നത്. 21,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് UDFന്റെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, സമരസമയത്ത് തന്നെ നിരവധി നേതാക്കൾ, UDF കൺവീനറും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കമുള്ള അവരുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ആ വർധന ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആശമാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇത് ന്യായമാണ്. ഇത് ഏതെങ്കിലും ഒരു അന്യായമായ കാര്യമല്ല. 21,000 എന്ന് പറയുന്നത് ഒരു ദിവസം 700 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ മാന്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരുന്നു. അവർ ചെയ്യാത്തൊരു ഘട്ടത്തിലാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. മുഴുവൻ ആശമാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ആശമാരുടെ ഈ ആശകൾക്കൊക്കെ ഒരു അന്തിമമായിട്ടുള്ളൊരു വിരാമം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളും കാത്തിരിക്കേണ്ടത്. എന്തായാലും സുഹൃത്തുക്കളെ, കാത്തിരിക്കാം. ബൈ.